വൈക്കം മഹാദേവ ക്ഷേത്രം കോട്ടയം ജില്ലയിൽ വൈക്കം നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രസിദ്ധ ക്ഷേത്രമാണ് വൈക്കം മഹാദേവ ക്ഷേത്രം. പരശുരാമൻ സ്ഥാപിച്ച കേരളത്തിലെ 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണിതെന്ന് കരുതുന്നു. 10 ഏക്കറിൽ കൂടുതൽ വരുന്ന സ്ഥലത്തെ കിഴക്കോട്ട് ദർശനമായിട്ടാണ് വൈക്കം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശ്രീ പരമേശ്വരൻ ശ്രീ പാർവതിയോടൊപ്പം ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടത്തെ മഹാദേവന് അന്നദാനപ്രഭു എന്നൊരു പേരുകൂടിയുണ്ട്. ക്ഷേത്രാങ്കണത്തിൻ്റെ വടക്കേറ്റത്ത് 2 നില ഊട്ടുപുര. അവിടെ ക്ഷേത്രകലാപീഠവും പ്രവർത്തിക്കുന്നു. ഊട്ടുപുരയുടെ വടക്കുമാറി അമ്പലക്കുളവും ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് വേമ്പനാട്ടുകായൽ നീണ്ടു നിവർന്ന് കിടക്കുന്നു. അവിടെ ഒരു ബോട്ട് ജെട്ടിയുമുണ്ട്. ദിവസവും അവിടെ നിന്ന് ബോട്ട് സർവീസും ഉണ്ടാകും. ഗണപതി 4 പ്രതിഷ്ഠകൾ. സുബ്രഹ്മണ്യൻ, നാഗദൈവങ്ങൾ, പനച്ചിക്കൽ ഭഗവതി എന്നിവരാണ് ക്ഷേത്രത്തിലെ ഉപദേവതകൾ. വൃശ്ചിക മാസത്തിൽ കറുത്തപക്ഷത്തിലെ നവമി ആറാട്ടായുള്ള ഉത്സവവും അതിനിടയിൽ വരുന്ന വൈക്കത്തഷ്ടമിയുമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷം. കൂടാതെ ധനുമാസത്തിലെ തിരുവാതിര, കുംഭമാസത്തിലെ ശിവരാത്രി, കുംഭാഷ്ടമി ചിറപ്പ്, മണ്ഡലകാലം, വിഷു എന്നിവയും വിശേഷമാണ്. ഐതിഹ്യം. സ്ഥലനാമം. ഒരിക്കൽ ശിവലിംഗത്തിൻ്റെ അറ്റം കണ്ടെത്തിയതായി അസത്യം പറഞ്ഞ കുറ്റത്തിന് ഭഗവാൻ ശിവൻ ബ്രഹ്മാവിൻ്റെ 5 തലകളിലൊന്ന് വെട്ടിമാറ്റി. ഇതേ തുടർന്ന് ഭഗവാനെ ബ്രഹ്മഹത്യാപാപം ബാധിച്ചു. ഇത് പരിഹരിക്കാനായി അദ്ദേഹം ബ്രഹ്മാവിൻ്റെ തലയോട്ടിയും കയ്യിലേന്തിക്കൊണ്ട് പാർവതീദേവിക്കൊപ്പം നാട് മുഴുവൻ നടന്ന് ഭിക്ഷയാചിച്ചു. പലരും ഭഗവാന് ഭിക്ഷയായി പലതും കൊടുത്തു. എന്നാൽ തലയോട്ടി നിറഞ്ഞാൽ അത് അപ്പോൾ തന്നെ അദ്ദേഹം ഭസ്മമാക്കി കളഞ്ഞു. അങ്ങനെ 12 വർഷം കഴിഞ്ഞ് ഭഗവാൻ ദേവിയോടൊപ്പം ഇന്ന് ക്ഷേത്രമിരിക്കുന്ന സ്ഥലത്തെത്തി. അപ്പോഴും തലയോട്ടി നിറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ പതിവിന് വിപരീതമായി ഭഗവാൻ തലയോട്ടി വയ്ക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വയ്ക്കാമെന്ന പ്രയോഗമാണ് വൈക്കമായതെന്ന് വിശ്വസിച്ചു വരുന്നു. ക്ഷേത്രപ്രതിഷ്ഠയും നിർമ്മാണവും. ഖരൻ എന്ന അസുരൻ മുത്തച്ഛനായ മാല്യവാനിൽ നിന്ന് ശൈവവിദ്യ ഗ്രഹിച്ച് ചിദംബരത്ത് പോയി ശിവനെ പ്രീതിപ്പെടുത്താനായി തപസ് ആരംഭിച്ചു. ഭക്തന്റെ തപസ്സിൽ സംപ്രീതനായ ഭഗവാൻ അവന് 3 ശിവലിംഗങ്ങൾ സമ്മാനിച്ചു. തുടർന്ന് ആകാശമാർഗേണ യാത്ര ആരംഭിച്ച ഖരൻ ശിവലിംഗങ്ങളുടെ ഭാരം കാരണം അല്പനേരം വിശ്രമിക്കാനായി വൈക്കത്തെത്തി. തുടർന്ന് തൻ്റെ വലതുകൈയിലെ ശിവലിംഗം അവിടെ ഇറക്കി വെച്ച് ഖരൻ വിശ്രമം ആരംഭിച്ചു. ഉണർന്നെഴുന്നേറ്റ് ശിവലിംഗം എടുക്കാൻ നോക്കിയപ്പോൾ അത് എടുക്കാൻ സാധിക്കുന്നില്ല. താൻ താമസിക്കാൻ ഏറ്റവും ആഗ്രഹിക്കുന്ന സ്ഥലമാണതെന്ന് തത്സമയം ശിവഭഗവാന്റെ അശരീരിയും മുഴങ്ങി. തുടർന്ന് ശിവലിംഗം അവിടെ തപസ്സിരുന്ന വ്യാഘ്രപാദൻ എന്ന മഹർഷിയെ ഏൽപ്പിച്ച് ഖരൻ മുക്തിയടഞ്ഞു. തുടർന്ന് തൻ്റെ ഇടതുകൈയിലെ ശിവലിംഗം ഖരൻ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലും വായ കൊണ്ട് കടിച്ചു പിടിച്ച ശിവലിംഗം കടുത്തുരുത്തി തളി മഹാദേവ ക്ഷേത്രത്തിലും പ്രതിഷ്ഠിച്ചു. ഇന്നും 3 ക്ഷേത്രങ്ങളിലും ഉച്ചപൂജയ്ക്ക് മുമ്പ് ദർശനം നടത്തുന്നത് പുണ്യകരമായി വിശ്വസിച്ചു വരുന്നു. വ്യാഘ്രപാദൻ ശിവലിംഗം പൂജിച്ച ദിവസങ്ങൾ കഴിച്ചുകൂട്ടി. ഒടുവിൽ ഒരു വൃശ്ചികമാസത്തിൽ കറുത്തപക്ഷത്തിലെ അഷ്ടമി ദിനത്തിൽ 7:30 വെളുപ്പിന് ശിവൻ പാർവതി സമേതനായി അദ്ദേഹത്തിന് ദർശനം നൽകി. ഈ ദിവസമാണ് വൈക്കത്തഷ്ടമിയായി ആചരിച്ചു വരുന്നത്. അഷ്ടമി നാളിൽ ഇവിടെ ദർശനം നടത്തുന്നത് ശിവപാർവതിമാരുടെ അനുഗ്രഹത്തിനും സർവ്വ ഐശ്വര്യത്തിനും ഏറ്റവും ഗുണകരമാണ് എന്നാണ് വിശ്വാസം. ഈ ശിവലിംഗത്തിൻ്റെ മഹാത്മ്യം കേട്ടറിഞ്ഞ് സാക്ഷാൽ പരശുരാമനും തത്സമയം വൈക്കത്തെത്തി. ശിവലിംഗം കണ്ടപാടെ അദ്ദേഹം അതിനു മുൻപിൽ സാഷ്ടാംഗം നമസ്കരിച്ചു. തുടർന്ന് ദേവശില്പിയായ വിശ്വകർമാവിനെ വിളിച്ചു വരുത്തിയ പരശുരാമൻ ഉടനെ തന്നെ അദ്ദേഹത്തെ കൊണ്ട് ഒരു മഹാക്ഷേത്രം പണികഴിപ്പിച്ചു. ആ ക്ഷേത്രമാണ് വൈക്കം മഹാദേവ ക്ഷേത്രം. ക്ഷേത്രതന്ത്രം. മറ്റൊരു ഐതിഹ്യം ക്ഷേത്രതന്ത്രവുമായി ബന്ധപ്പെട്ടുള്ളതുണ്ട്. നിലവിൽ ക്ഷേത്രത്തിൽ 2 തന്ത്രിമാരാണുള്ളത്. ഭദ്രകാളി മറ്റപ്പള്ളി നമ്പൂതിരിപ്പാടും മേക്കാട്ട് നമ്പൂതിരിപ്പാടും. ഇവർ യഥാക്രമം ക്ഷേത്രത്തിന് തെക്കും വടക്കുമായി താമസിക്കുന്നവരായതിനാൽ ഒരു വർഷം ഉത്സവത്തിന് കൊടിമരത്തിൽ തെക്കോട്ട് കൊടിയേറ്റുമ്പോൾ അടുത്ത വർഷം വടക്കോട്ടാകും. ഇരു കുടുംബക്കാരും തന്ത്രാധികാരം പങ്കിട്ടതിനു പിന്നിൽ രസകരമായ ഒരു കഥയുണ്ട്. ആദ്യം വൈക്കം ക്ഷേത്രത്തിൽ ഒരു തന്ത്രിയേ ഉണ്ടായിരുന്നുള്ളൂ. വൈക്കത്തിനടുത്തുള്ള മോനാട്ടില്ലത്തിനായിരുന്നു തന്ത്രാധികാരം. അക്കാലത്തിലൊരിക്കൽ ക്ഷേത്രത്തിൽ അതിഭയങ്കരമായ ഒരു അഗ്നിബാധയുണ്ടായി. വിവരമറിഞ്ഞ തന്ത്രി ഉടനെ തന്നെ ഓടിയെത്തി ശ്രീകോവിലിനകത്ത് കയറി ശിവലിംഗം ഒരു തുണി കൊണ്ട് മൂടി. താൻ മരിച്ചാലും കുഴപ്പമില്ല, വിഗ്രഹം രക്ഷപ്പെടണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. വരുണമന്ത്രം ജപിച്ച് തന്ത്രി ശ്രീകോവിലിൽ ശിവലിംഗത്തിനടുത്ത് തന്നെ കഴിഞ്ഞു. നാട്ടുകാർ ഓടിയെത്തി തീയണച്ചപ്പോൾ തന്ത്രിക്ക് ബോധമില്ല. ഉടനെ മുഖത്ത് വെള്ളം തെളിച്ച് അദ്ദേഹത്തെ ഉണർത്തി. പിന്നീട് ശ്രീകോവിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം അദ്ദേഹം ശിവലിംഗത്തിലേക്ക് നോക്കി താൻ തന്ത്രം ഒഴിയുന്നതായി പ്രഖ്യാപിച്ചു.
എന്നാൽ ഇക്കാര്യം വൈക്കത്തപ്പനെ ഇഷ്ടമായില്ലെന്നാണ് കഥ. തന്ത്രമൊഴിഞ്ഞതിൻ്റെ ഫലമായി ആ കുടുംബം അന്യം നിന്ന് പോയി. പിന്നീട് തന്ത്രം മേക്കാട്ടില്ലക്കാർക്ക് കിട്ടി. അങ്ങനെയിരിക്കെ ക്ഷേത്രത്തിൽ കൊട്ടാൻ അവകാശമുള്ള മാരാർ കുടുംബത്തിൽ പുരുഷന്മാർ ആരുമില്ലാതായി. ഗർഭിണിയായ ഒരു മാരസ്യർ മാത്രം അവശേഷിച്ചു. അവർ ബന്ധുക്കളോടെ കാര്യം പറഞ്ഞപ്പോൾ കൊട്ടു തുടരാൻ അവർ പറഞ്ഞു. അങ്ങനെ അവർ ക്ഷേത്രത്തിൽ കടന്ന് തന്ത്രിയോട് അനുവാദം ചോദിച്ചു. തന്ത്രി മാരസ്യർക്ക് കൊട്ടാനാകുമെന്ന വ്യവസ്ഥയോടെ അനുവാദം കൊടുത്തു. തുടർന്ന് തന്ത്രി ശ്രീഭൂതബലി തൂകാൻ തുടങ്ങി. മാരസ്യർക്ക് സാക്ഷാൽ നടരാജമൂർത്തിയുടെ ആവേശമുണ്ടായി. അവർ തിമില മുറുക്കിക്കൊട്ടാൻ തുടങ്ങി. തന്ത്രിക്ക് കണക്കനുസരിച്ച് ബലി തൂകാൻ കഴിയാതെ വന്നു. ഭൂതഗണങ്ങൾ അദ്ദേഹത്തിന് നേരെ വായും പൊളിച്ച് പാഞ്ഞെടുത്തു. അദ്ദേഹം നക്ഷത്രമെണ്ണി കിടപ്പായി. ആ സമയത്ത് തന്ത്രവിദ്യാകുലാപതിയായ ഭദ്രകാളി മറ്റപ്പള്ളി നമ്പൂതിരിപ്പാട് ക്ഷേത്രത്തിന് പടിഞ്ഞാറുള്ള വേമ്പനാട്ടുകായലിലൂടെ തോണിയിൽ യാത്ര ചെയ്യുകയായിരുന്നു. കൊച്ചി രാജാവിനെ കണ്ട് സ്വദേശത്തേക്ക് മടങ്ങുകയായിരുന്ന അദ്ദേഹം ക്ഷേത്രത്തിൽ നടക്കുന്ന കോലാഹലങ്ങൾ കേട്ട് തോണി കരയ്ക്കടുപ്പിക്കാൻ തോണിക്കാരനോട് പറഞ്ഞു. തുടർന്ന് പടിഞ്ഞാറേ നടയിലൂടെ അകത്ത് കടന്ന അദ്ദേഹം ഉടനെ മേക്കാട്ട് തന്ത്രിയെ കണ്ടു. ശ്രീഭൂതബലിയുടെ ബുദ്ധിമുട്ടുകൾ മേക്കാടൻ മറ്റപ്പള്ളിയെ പറഞ്ഞു കേൾപ്പിച്ചു. തന്ത്രം പകുതി തനിക്കും തരുമോ എന്ന് മറ്റപ്പള്ളി മേക്കാടനോട് ചോദിച്ചു. മേക്കാടൻ സമ്മതിച്ചു. ഉടനെ തന്നെ മറ്റപ്പള്ളി ക്ഷേത്രക്കുളത്തിൽ മുങ്ങിക്കുളിച്ച് തട്ടുടുത്തു വന്ന് മേക്കാടൻ്റെ കയ്യിൽ നിന്നും ഹവിസ് വാങ്ങി ബലി തൂകാൻ തുടങ്ങുകയും മാരസ്യരുടെ അടച്ചുകൊട്ടാൻ പറയുകയും ചെയ്തു. തുടർന്ന് 2 തന്ത്രിമാരും കൂടി വിജയകരമായി ബലിത്തൂകിൽ പൂർത്തിയാക്കി. കൂടാതെ മറ്റപ്പള്ളി തൻ്റെ പെരുവിരൽ ഒരു പേനാക്കത്തി കൊണ്ട് മുറിച്ച് അതിൽ നിന്നുള്ള ചോര ഭൂതഗണങ്ങൾക്ക് കൊടുത്തു. അങ്ങനെ ഒന്നിടവിട്ട വർഷങ്ങളിൽ തന്ത്രം ഭദ്രകാളി മറ്റപ്പള്ളിയും മേഘാടനും കൈകാര്യം ചെയ്യാൻ തുടങ്ങി. ഇതിൻ്റെ പ്രതീകമായി ഒരു വർഷം ഉത്സവത്തിന് കൊടിക്കൂറ തെക്കോട്ടാണ്, അതായത് ഭദ്രകാളി മറ്റപ്പള്ളി ഇല്ലത്തിൻ്റെ സ്ഥാനം കെട്ടുന്നതെങ്കിൽ അടുത്ത വർഷം വടക്കോട്ടായിരിക്കും മേക്കാട്ട് ഇല്ലത്തിൻ്റെ സ്ഥാനം. ക്ഷേത്ര പരിസരവും മതിലകവും. വൈക്കം പട്ടണത്തിൻ്റെ ഏതാണ്ട് ഒത്തനടുക്കായാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വൈക്കം സ്വകാര്യ ബസ് സ്റ്റാൻഡ്, പോലീസ് സ്റ്റേഷൻ, സബ് ട്രഷറി, കോടതി, ഹോട്ടലുകൾ, ലോഡ്ജുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയ സ്ഥാപനങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിൻ്റെ 4 ഭാഗത്തുമായി 1 കിലോമീറ്റർ ചുറ്റളവിലാണ്. കിഴക്കോട്ടാണ് ക്ഷേത്രത്തിൻ്റെ ദർശനം. 8 ഏക്കറിലധികം വിസ്തീർണമുള്ള അതിവിശാലമായ മതിൽക്കകമാണ് ക്ഷേത്രത്തിനുള്ളത്. മതിൽക്കം മുഴുവൻ പുഴമണൽ കൊണ്ട് ഉറപ്പിച്ചിരിക്കുന്നു. ക്ഷേത്രത്തിനു ചുറ്റും ഒരു കോട്ട പോലെ ആനപ്പിള്ള മതിൽ പണിതിട്ടുണ്ട്. 4 ഭാഗത്തും ഗോപുരങ്ങൾ പണിതിട്ടുണ്ടെങ്കിലും അവ കാഴ്ചയിൽ ചെറുതും അനാകർഷകങ്ങളുമാണ്. ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം 1/2 കിലോമീറ്റർ പടിഞ്ഞാറ് മാറി വേമ്പനാട്ടുകായൽ പരന്നു കിടക്കുന്നു. സാമാന്യ വലിപ്പമുള്ള ഒരു ബോട്ട് ജെട്ടി ഇവിടെ പണിതിട്ടുണ്ട്. ദിവസവും രാവിലെ 5 മണി മുതൽ രാത്രി 10 മണി വരെ ഇവിടെ ബോട്ട് സർവീസും ഉണ്ടാകും. കിഴക്കേ ഗോപുരത്തിലൂടെ അകത്ത് കടന്നാൽ ആദ്യം എത്തുന്നത് ഒരു വലിയ ആനക്കൊട്ടിലാണ്. സാമാന്യ വലിപ്പമുള്ള ആനക്കൊട്ടിലിൻ്റെ വടക്കുഭാഗത്ത് ഒരു അരയാൽ മരമുണ്ട്. ഹൈന്ദവ വിശ്വാസപ്രകാരം ത്രിമൂർത്തി സാന്നിധ്യമുള്ള പുണ്യവൃക്ഷമായ അരയാലിൻ്റെ മുകളിൽ ബ്രഹ്മാവും നടുക്ക് വിഷ്ണുവും അടിയിൽ ശിവനും കുടികൊള്ളുന്നു. ദിവസവും രാവിലെ അരയാലിനെ 7 വലം വയ്ക്കുന്നത് പുണ്യമായി കണ്ടുവരുന്നു. ഇതുകൂടാതെ മറ്റൊരു പ്രത്യേകത കൂടി ഈ അരയാലിനുണ്ട്. വ്യാഘ്രപാദ മഹർഷി തപസ്സനുഷ്ഠിച്ചതും ഭഗവാൻ പാർവതി സമേതനായി അദ്ദേഹത്തിന് ദർശനം നൽകിയതും ഇവിടെ വെച്ചാണെന്നാണ് വിശ്വാസം. അതിനാൽ ഇവിടെ തൊഴുതിട്ടാണ് ഭക്തർ ശിവനെ തൊഴാൻ ചെല്ലുന്നത്. അല്പദൂരം കൂടി നടന്നാൽ താരതമ്യേന പുതിയ മറ്റൊരു ആനക്കൊട്ടിലെത്താം. ക്ഷേത്രത്തിലെ വിവാഹം, ചോറൂൺ, ഭജന, അടിമകടത്തൽ, തുലാഭാരം തുടങ്ങിയവയ്ക്ക് ഉപയോഗിക്കുന്നത് ഈ ആനക്കൊട്ടിലാണ്. ഉത്സവകാലത്ത് മേളം നടക്കുന്നതും ഇവിടെയാണ്. ഭീമാകാരമായ കരിങ്കൽ തൂണുകൾ ഇവിടെ കാണാം. അവയിൽ നിരവധി ദേവരൂപങ്ങളും ഉണ്ട്. ഇതിനപ്പുറമാണ് ഭഗവദാഹനമായ നന്ദിയെ ശിരസിലേറ്റിക്കൊണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണക്കൊടിമരങ്ങളിലൊന്ന് സ്ഥിതി ചെയ്യുന്നത്. ഉത്തുംഗമായ ഈ കൊടിമരത്തിന് ഏകദേശം 600 അടി ഉയരമുണ്ട്. കൊടിമരത്തിനപ്പുറം ബലിക്കൽ പുരയാണ്. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ ദ്വാരപാലകരുമുണ്ട്. ഇവിടെയാണ് 10 അടിയിലധികം ഉയരം വരുന്ന ഭീമാകാരമായ വലിയ ബലിക്കല്ല് സ്ഥിതി ചെയ്യുന്നത്. ഇതിനടുത്ത് ഒരു കെടാവിളക്കുമുണ്ട്. ബലിക്കൽപുരയുടെ മച്ചിൽ ബ്രഹ്മാവിൻ്റെയും അഷ്ടദിക്പാലരുടെയും രൂപങ്ങൾ കാണാം. ബലിക്കൽപുരയുടെ വടക്ക് കിഴക്ക് ഭാഗത്ത് ഗണപതി പ്രതിഷ്ഠയുണ്ട്. സ്തംഭ ഗണപതി എന്നാണ് ഈ പ്രതിഷ്ഠ അറിയപ്പെടുന്നത്. അതിവിശേഷമായ പ്രാധാന്യമാണ് ഈ പ്രതിഷ്ഠയ്ക്കുള്ളത്. വൈക്കത്തപ്പൻ്റെ ഉപദേവതകളിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഈ ഗണപതിയെ തൊഴുത ശേഷമാണ് ഭക്തർ ശിവദർശനത്തിന് ചെല്ലുന്നത്. ഇതേ തൂണിൽ തന്നെ പാർവതി ദേവിയുടെയും സുബ്രഹ്മണ്യ സ്വാമിയുടെയും രൂപങ്ങളും കൊത്തിവെച്ചിട്ടുണ്ട്. എന്നാൽ ഇവ കാണാൻ സാധിക്കില്ല. ക്ഷേത്രത്തിൻ്റെ തെക്ക് കിഴക്കേ മൂലയിൽ നിരവധി ആൽമരങ്ങൾ കൂടി നിൽക്കുന്ന കാഴ്ച കാണാം.
ഇതിനപ്പുറത്തെ മറ്റൊരു ആൽമരത്തിന് കീഴിൽ പനച്ചിക്കൽ ഭഗവതിയുടെ പ്രതിഷ്ഠയുണ്ട്. മേൽക്കൂരയില്ലാത്ത ഈ തറയിൽ പ്രകൃതിയിൽ ലയിച്ചു വാഴുന്ന ഈ ദേവിയെ ഒരേ സമയം വനദുർഗ, ഭദ്രകാളി, യക്ഷി എന്നീ 3 രൂപങ്ങളിൽ ആരാധിച്ചു വരുന്നുണ്ട്. ഐതിഹ്യപ്രകാരം അഗസ്ത്യമുനിയുടെ ശാപം കിട്ടിയത് മൂലം യക്ഷിയായ ഒരു ഗന്ധർവ കന്യക ഗണപതിയുടെ ഭൂതഗണമായ തൃശൂലിയുടെ കുത്തേറ്റ് മരിക്കുകയും തുടർന്ന് മോക്ഷം പ്രാപിച്ച് ഭഗവതിയിൽ ലയിക്കുകയായിരുന്നു. യക്ഷിത്തറയ്ക്കപ്പുറത്തെ മറ്റൊരു ആൽത്തറയിൽ നാഗദൈവങ്ങൾ സാന്നിധ്യം അരുളുന്നു. നാഗരാജാവായി വാസുകിയും നാഗയക്ഷിയും നാഗകന്യകയും നാഗചാമുണ്ടിയും ചിത്രകൂടവും അടങ്ങുന്നതാണ് ഈ കൂട്ടം. ഇവർക്ക് എല്ലാ മാസവും ആയില്യം നാളിൽ വിശേഷാൽ പൂജകളും കന്നിമാസത്തിലെ ആയില്യം നാളിൽ സർപ്പബലിയും ഉണ്ടാകും. തെക്കേ നാളിൽ തന്നെയാണ് ക്ഷേത്രം വക ഓഡിറ്റോറിയവും. ഇവിടെ ദിവസവും കലാപരിപാടികൾ ഉണ്ടാകാറുണ്ട്. പടിഞ്ഞാറേ നടയിൽ ഒരു അടഞ്ഞ വാതിൽ കാണാം. ക്ഷേത്ര ഊരാൺമക്കാരായിരുന്ന നമ്പൂതിരിമാരിൽ ഒരാൾ വെറ്റില ചവച്ചു തുപ്പിയപ്പോൾ അയാളെ ഒരു പാമ്പ് കടിക്കുകയും അയാൾ മരിച്ചു വീഴുകയും തുടർന്ന് വാതിൽ അടയുകയും ചെയ്തുവെന്നാണ് കഥ. വടക്ക് പടിഞ്ഞാറ് ഭാഗത്തെ കാളയ്ക്കൽ ക്ഷേത്രം എന്ന പേരിൽ ഒരു ചെറിയ ക്ഷേത്രമുണ്ട്. ഭഗവദ്വാഹനമായ നന്ദിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. കാളയ്ക്കൽ വെള്ളിച്ചൻ എന്നാണ് ഇവിടുത്തെ പ്രതിഷ്ഠ അറിയപ്പെടുന്നത്. ഈഴവരാണ് ഇവിടെ പൂജ നടത്തുന്നത്. എല്ലാ വർഷവും മേടമാസത്തിൽ 10-ാം ഉദയത്തിനാണ് ഇവിടെ ഉത്സവം. വൈക്കത്ത് നടയടച്ചാൽ പിന്നെ ക്ഷേത്രത്തെ കാക്കുന്നത് ഈ ഉഗ്രമൂർത്തിയാണെന്നും വിശ്വസിച്ചു വരുന്നു. ക്ഷേത്രത്തിൻ്റെ വടക്കേ നടയ്ക്ക് കാഴ്ചയിൽ പ്രാധാന്യമൊന്നുമില്ലെങ്കിലും ഇവിടെയുള്ള ഗോപുരത്തിന് ഒരു ആനവാതിൽ കൂടുതലുള്ളതായി കാണാം. എല്ലാ വർഷവും വൃശ്ചികമാസത്തിൽ വൈക്കത്ത് അഷ്ടമി നാളിൽ അടുത്തുള്ള ഉദയനാപുരം ക്ഷേത്രത്തിൽ നിന്നും സുബ്രഹ്മണ്യസ്വാമി പിതാവായ മഹാദേവനെ കാണാൻ വൈക്കത്തെത്തുന്നത് ഇതുവഴിയാണ്. വടക്കേ ഗോപുരത്തിന് തൊട്ടടുത്ത് ഊട്ടുപുര സ്ഥിതി ചെയ്യുന്നു. 2 നിലകളോടുകൂടിയ മനോഹരമായ ഊട്ടുപുരയുടെ ഇരുനിലകളിലും പണ്ടുകാലത്തെ ബ്രാഹ്മണർക്ക് ഊട്ടു നടന്നിരുന്നു. ഇന്ന് മുകളിലെ നിലയിൽ ക്ഷേത്ര കലാപീഠം പ്രവർത്തിക്കുമ്പോൾ താഴത്തെ നിലയിൽ മാത്രം സദ്യ നടക്കുന്നു. അന്നദാന പ്രഭുവായ വൈക്കത്തപ്പൻ്റെ പ്രധാന വഴിപാടും സദ്യയാണ്. പ്രാതൽ എന്നാണ് ഇതിൻ്റെ പേര്. ഊട്ടപ്പുരയ്ക്കപ്പുറത്ത് ക്ഷേത്രക്കുളം സ്ഥിതി ചെയ്യുന്നു. 2 ഏക്കറിലധികം വിസ്തീർണമുള്ള അതിവിശാലമായ ക്ഷേത്രക്കുളം. പക്ഷേ 2015 വരെ വൃത്തികേടായി കിടക്കുകയായിരുന്നു. പിന്നീട് ദേവസ്വം വൻ ചെലവിലാണ് അത് വൃത്തിയാക്കിയത്. ക്ഷേത്രത്തിൻ്റെ വടക്കുകിഴക്കേ മൂലയിൽ ദേവസ്വം ഓഫീസും വഴിപാട് കൺട്രോളുമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഒരു എ ഗ്രേഡ് ദേവസ്വമാണ് വൈക്കം ദേവസ്വം ബോർഡ്. ദേവസ്വം ബോർഡിൻ്റെ വൈക്കം ഗ്രൂപ്പിൻ്റെ ആസ്ഥാനവും ഇവിടെ തന്നെയാണ്. ക്ഷേത്രത്തിൻ്റെ 4 ഭാഗവും ചില ഉപക്ഷേത്രങ്ങളുമുണ്ട്. വടക്കങ്കൂർ മൂകാംബിക ക്ഷേത്രം, വൈക്കം ശ്രീകൃഷ്ണ നവഗ്രഹ ക്ഷേത്രം, മാടത്തിൽക്കാവ് ഭദ്രകാളി ക്ഷേത്രം, വൈക്കം അയ്യപ്പസ്വാമി ക്ഷേത്രം തുടങ്ങിയവ അവയിൽ പ്രധാനപ്പെട്ടതാണ്. ഇവയ്ക്കൊന്നും ശിവക്ഷേത്രത്തോളം പഴക്കമില്ല. കഷ്ടിച്ച 1-2 നൂറ്റാണ്ടുകളോ അതിലും ചെറിയ സമയമോ മാത്രമേ ആയി കാണൂ. എന്നാൽ ഇവിടങ്ങളിലെല്ലാം നിത്യപൂജകളും വഴിപാടുകളുമുണ്ട്. ശ്രീകോവിൽ. സാധാരണ ശ്രീകോവിലിന് 3 ഇരട്ടി വലിപ്പമുണ്ട് ഇവിടുത്തെ വലിയ വട്ട ശ്രീകോവിലിന്. കേരളത്തിൽ അണ്ഡാകൃതിയിലുള്ള ഏക ശ്രീകോവിലാണിത്. കരിങ്കല്ലിൽ തീർത്ത ഈ ശ്രീകോവിലിൻ്റെ ശില്പി ഉളിയന്നൂർ പെരുന്തച്ഛനാണെന്ന് വിശ്വസിച്ചു വരുന്നു. പിൽക്കാലത്തെ വടക്കങ്കൂർ രാജവംശത്തിൻ്റെ കാലത്ത് തഞ്ചാവൂരിൽ നിന്ന് വരുന്ന വിശ്വകർമ്മജർ ഇത് പുനർനിർമ്മിക്കുകയുണ്ടായി. ഏകദേശം 200 അടി ചുറ്റളവുള്ള ഈ ശ്രീകോവിലിന് ഒരു നിലയേ ഉള്ളൂ. അത് ചെമ്പുമേഞ്ഞിരിക്കുന്നു. ശ്രീകോവിലിന് മുകളിൽ സ്വർണ്ണത്താഴികക്കുടം ശോഭയോടെ തലയുയർത്തി നിൽക്കുന്നു. ശ്രീകോവിലിന് 2 മുറികളുണ്ട്. അവയിലേക്ക് കടക്കാൻ 6 പടികളും പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭോ എന്ന വരികളിൽ നിന്ന് ഇത് മനസ്സിലാക്കാൻ കഴിയും. ശ്രീകോവിലിൻ്റെ 2ാമത്തെ മുറിയായ ഗർഭഗൃഹത്തിൽ 2 അടിയോളം പൊക്കമുള്ള പീഠത്തിൽ 6 അടിയിലധികം പൊക്കം വരുന്ന അതിഭീമാകാരമായ ശിവലിംഗം കിഴക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ശിവലിംഗങ്ങളിലൊന്നാണിത്. ശിവന് പ്രിയപ്പെട്ട കൂവളമാല, തുമ്പപ്പുമാല, രുദ്രാക്ഷമാല തുടങ്ങിയവ കൊണ്ട് ഇതിൻ്റെ 3/4 ഭാഗവും മറിഞ്ഞിരിക്കുകയാവും. വിശ്വപ്രകൃതിയുടെ മൂലതേജസ്സിനെ മുഴുവൻ ആവാഹിച്ചുകൊണ്ട് സാക്ഷാൽ വൈക്കത്തപ്പൻ ശ്രീലകത്ത് മഹാശിവലിംഗമായി കുടികൊള്ളുന്നു. ശ്രീകോവിലിൽ അതിമനോഹരമായ ചുവർച്ചിത്രങ്ങൾ കൊണ്ട് അലങ്കൃതമാണ്. നടരാജൻ, ദശാവതാരം, ശ്രീദേവി ഭൂദേവി സമേതനായി മഹാവിഷ്ണു, അർജുനെ പരീക്ഷിച്ച് പാശുപതാസ്ത്രം നൽകുന്ന ശിവൻ, അങ്ങനെ വിവിധതരം ചുവർച്ചിത്രങ്ങൾ ശ്രീകോവിൽ ചുവരുകളെ അലങ്കൃതമാക്കിയിട്ടുണ്ട്. ഇവയിൽ ഈയിടെ പുതിയ ചായമിടുകയുണ്ടായി. ശ്രീകോവിലിൻ്റെ പടിഞ്ഞാറേ നടയിൽ അടഞ്ഞ ഒരു വാതിൽ കാണാം. അവിടെ പാർവതി സാന്നിധ്യമുള്ളതായി വിശ്വസിക്കപ്പെടുന്നു. ആ നട തുറക്കാറില്ല. പകരം വിളക്കുവയ്പ് മാത്രമേ ഉള്ളൂ. വടക്കുവശത്ത് ഓവ് വ്യാളിമുഖത്തോടെ മനോഹരമായി നിർമ്മിച്ചിരിക്കുന്നു. ഭഗവാൻ അഭിഷേകം ചെയ്യുന്ന ദ്രവ്യങ്ങൾ ഇതിലൂടെ ഒഴുകിപ്പോകുന്നു. ശിവക്ഷേത്രമായതിനാൽ ഇതിനപ്പുറം പ്രദക്ഷിണം നിരോധിച്ചിരിക്കുന്നു. നാലമ്പലം. അതിവിശാലമായ നാലമ്പലമാണ് ഇവിടത്തേത്.
ചെമ്പുമേഞ്ഞ് മനോഹരമാക്കിയ നാലമ്പലത്തിൻ്റെ പുറംചുവരുകൾ വിളക്കുമാടം കൊണ്ട് അലങ്കൃതമാക്കിയിരിക്കുന്നു. അകത്തു കടന്നാൽ ഇരുവശവും വാതിൽമാടങ്ങൾ കാണാം. ഭക്തർ നാമജപത്തിനും വിശ്രമത്തിനും ഉപയോഗിക്കുന്ന സ്ഥലങ്ങളാണിവ. തെക്ക് കിഴക്കേ മൂലയിൽ തിടപ്പള്ളി പണിതീർത്തിരിക്കുന്നു. പ്രധാന ശ്രീകോവിലിനോട് ചേർന്ന് തെക്ക് ഭാഗത്ത് ഒരു ചെറിയ ശ്രീകോവിലുണ്ട്. ഗണപതിയാണ് ഈ ശ്രീകോവിലിൽ. പഞ്ചലോഹ നിർമ്മിതമായ 2 വിഗ്രഹങ്ങളാണ് ഈ ശ്രീകോവിലുള്ളത്. ഒന്ന് ബാലഗണപതിയും മറ്റേത് മഹാഗണപതിയുമായി കണക്കാക്കപ്പെടുന്നു. കിഴക്കോട്ടാണ് ദർശനം. ശ്രീകോവിലിന് ചുറ്റും അകത്ത് ബലിവട്ടം പണിതിട്ടുണ്ട്. അഷ്ടദിക്പാലകർ കിഴക്ക്, ഇന്ദ്രൻ തെക്ക് കിഴക്ക്, അഗ്നി തെക്ക്, യമൻ തെക്ക് പടിഞ്ഞാറ്, നിര്യതി പടിഞ്ഞാറ്, വരുണൻ വടക്ക് പടിഞ്ഞാറ്, വായു വടക്ക്, കുബേരൻ വടക്ക് കിഴക്ക്, ഈശാനൻ, സപ്തമാതൃക്കൾ ബ്രാഹ്മി ബ്രഹ്മാണി, വൈഷ്ണവി മഹേശ്വരി, ഇന്ദ്രാണി, വരാഹി, കൗമാരി, ചാമുണ്ഡി, വീരഭദ്രൻ, ഗണപതി, ശാസ്താവ്, സുബ്രഹ്മണ്യൻ, ദുർഗാദേവി, ബ്രഹ്മാവ്, അനന്തൻ, നിർമാല്യധാരി തുടങ്ങിയവരെ പ്രതിനിധീകരിക്കുന്ന ബലിക്കല്ലുകൾ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ശിവേലി സമയത്ത് ഇവയിൽ ബലി തൂകുന്നു. ബലിക്കല്ലുകളിൽ ചവിട്ടുന്നതും തൊട്ട് തലയിൽ വയ്ക്കുന്നതും നിയമവിരുദ്ധമാണ്. നാലമ്പലത്തിൻ്റെ വടക്കു പടിഞ്ഞാറേ മൂലയിൽ ഒരു കൂവളമരമുണ്ട്. ശിവന് ഏറ്റവും പ്രിയപ്പെട്ട വൃക്ഷമാണ് കൂവളം എന്ന് വിശ്വസിച്ചു വരുന്നു. കൂവളത്തില കൊണ്ട് ശിവന് പുഷ്പാഞ്ജലി നടത്തുന്നത് വിശേഷമാണ്. ഈ കൂവളമരത്തിലെ ഇലകളാണ് ഭഗവാന് പുഷ്പാഞ്ജലിക്ക് ഉപയോഗിക്കാറുള്ളത്. 2 കൊമ്പുകളോടുകൂടിയ ഈ കൂവളമരം കാലങ്ങളായി ഇങ്ങനെ തന്നെ നിൽക്കുന്നത് ഒരു അത്ഭുതമാണ്. വടക്കു കിഴക്കേ മൂലയിലാണ് വലിയ അടുക്കള. ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ അന്നദാനത്തിനുള്ള ചേരുവകൾ ഇവിടെയാണ് ഉണ്ടാക്കുന്നത്. വലിയ അടുക്കളയിലെ ചാരമാണ് ഇവിടെ പ്രസാദം. ഇവിടെ ചന്ദനപ്രസാദമില്ല. ഈ ഭസ്മം അപസ്മാരം, ചൊറി, ചിരങ്ങ് തുടങ്ങിയവയ്ക്കും ഉത്തമമായി കണക്കാക്കപ്പെടുന്നു. തൊട്ടടുത്ത് മാന്യസ്ഥാനം. ഒരിക്കൽ ക്ഷേത്രത്തിൽ ദർശനത്തിന് വന്ന പരമഭാഗവതനായ വില്വമംഗലം സ്വാമിയാർ ശ്രീലകത്ത് കാണാതെ ഭഗവാനെ തിരക്കിയപ്പോൾ ക്ഷേത്രത്തിലെ സദ്യയ്ക്ക് ബ്രാഹ്മണ വേഷത്തിൽ ഭഗവാനും പാർവതീദേവിയും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കണ്ടുവത്രേ. അതിനുശേഷമാണ് ഇതിന് ആ പേര് വന്നത്. നമസ്കാര മണ്ഡപം. ശ്രീകോവിലിൻ്റെ നേരെ മുന്നിലാണ് വലിയ നമസ്കാര മണ്ഡപം. ചെമ്പുമേഞ്ഞ ഈ മണ്ഡപത്തിന് 16 കാലുകളുണ്ട്. അവയിൽ ഓരോന്നിലും അതിമനോഹരമായ ദാരുശില്പങ്ങൾ കാണാം. രാമായണ, മഹാഭാരതം, ഭാഗവതം തുടങ്ങിയ കൃതികളിൽ നിന്നുള്ള രംഗങ്ങളാണ് അവയിൽ ഓരോന്നിലും. മണ്ഡപത്തിൻ്റെ മച്ചിൽ നവഗ്രഹങ്ങളുടെ രൂപങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. ഈ മണ്ഡപത്തിലിരുന്നാണ് വിശേഷ ദിവസങ്ങളിൽ ബ്രാഹ്മണർ ശ്രീരുദ്ര മന്ത്രവും ശിവസഹസ്രനാമവും ജപിക്കാറുള്ളത്. മണ്ഡപത്തിൻ്റെ പടിഞ്ഞാറേ അറ്റത്ത് വലിയൊരു നന്ദി പ്രതിമയുണ്ട്. നന്ദിയുടെ ചെവിയിൽ നമ്മുടെ ആഗ്രഹങ്ങൾ പറഞ്ഞാൽ അവ നന്ദി ഭഗവാന്റെ അടുത്ത് നിന്ന് ബോധിപ്പിക്കുമെന്നാണ് വിശ്വാസം. അതിനാൽ ധാരാളം ഭക്തർ നന്ദിയുടെ ചെവിയിൽ ആഗ്രഹങ്ങൾ പറയാറുണ്ട്. നാലമ്പലത്തിന് പുറത്ത് ഓരോ മൂലയിലും തറയിലും നന്ദി പ്രതിമകളുണ്ട്. ഇവയെല്ലാം ഓടുമെഞ്ഞ് സ്വർണം പൂശിയാണ് നിൽക്കുന്നത്. വൈക്കം ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ സദാശിവ സങ്കല്പത്തിലുള്ളതാണ്. ശാന്തഭാവം നിറഞ്ഞ ഭഗവാൻ ഇവിടെ ശിവലിംഗ രൂപത്തിൽ കിഴക്കോട്ട് ദർശനമായി വാഴുന്നു. അനാദികാലം മുതലുള്ള പൂജകൾ ഏറ്റുവാങ്ങി സംതൃപ്തനായ ഭഗവാൻ ഇവിടെ ഒരു ദിവസം 3 ഭാവങ്ങളിൽ ദർശനം നൽകുന്നു. രാവിലെ സകല മുനിഗണങ്ങളാലും വന്ദിതനും പ്രപഞ്ചത്തിൻ്റെ ആദിഗുരുവായ ദക്ഷിണമൂർത്തിയായും, ഉച്ചയ്ക്ക് അർജുനനെ പരീക്ഷിച്ച് പാശുപതാസ്ത്രം നൽകി ശാന്തനാക്കാൻ അവതരിച്ച കിരാതമൂർത്തിയായും, വൈകിട്ട് കൈലാസത്തിലെ രത്നപീഠത്തിൽ വാമാങ്കത്തിൽ പാർവതീദേവിയെയും മടിയിൽ ഗണപതിയെയും സുബ്രഹ്മണ്യനെയും മടിയിലിരുത്തി ദർശനം നൽകുന്ന രാജരാജേശ്വരനായും, രാവിലത്തെ ദർശനം കൊണ്ട് വിദ്യാലാഭവും, ഉച്ചയ്ക്കത്തെ ദർശനം കൊണ്ട് ശത്രുനാശവും, വൈകിട്ടത്തെ ദർശനം കൊണ്ട് കുടുംബസൗഖ്യവും ലഭിക്കുമെന്നാണ് വിശ്വാസം. അന്നദാന പ്രഭുവായ വൈക്കത്തപ്പൻ്റെ ഏറ്റവും പ്രധാന വഴിപാട് പ്രാതലാണ്. പിന്നീടുള്ള പ്രധാന വഴിപാടുകൾ ആനന്ദപ്രസാദം, സഹസ്രകലശം, ദ്രവ്യകലശം, 1000 കലശം, 1000 കുടം, ക്ഷീരധാര, ജലധാര, ആലുവിളക്ക് എന്നിവയാണ്. അഷ്ടമി പിറ്റേന്ന് നടത്തുന്ന മുക്കുടി നിവേദ്യവും വിശേഷമാണ്. ക്ഷേത്രത്തിൽ നാമമാത്രമായ തോതിൽ വെടിവഴിപാടും നടത്തി വരുന്നുണ്ട്. വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ ഉപദേവതകൾ. ഗണപതി. ഭാരതത്തിലെ മിക്ക ക്ഷേത്രങ്ങളിലും മുഖ്യദേവനായോ ഉപദേവനായോ ഗണപതിക്ക് പ്രതിഷ്ഠകൾ ഉണ്ടാകും. ഏതൊരു ശുഭകർമ്മവും നിർവിഘ്നം പര്യവസാനിക്കാൻ ഗണപതിയെ പ്രീതിപ്പെടുത്തിക്കൊണ്ടാണ് തുടങ്ങുന്നത്. ശിവപാർവതി പുത്രനായ ഗണപതിക്ക് വൈക്കം ക്ഷേത്രത്തിൽ 3 ഇടങ്ങളിലായി 4 പ്രതിഷ്ഠകളുണ്ട്. ഒന്ന് നാലമ്പലത്തിനകത്തെ പ്രധാന ശ്രീകോവിലിനോട് ചേർന്നുള്ള പ്രത്യേക ശ്രീകോവിലിൽ. അവിടെ പഞ്ചലോഹ നിർമ്മിതമായ 2 വിഗ്രഹങ്ങളാണുള്ളത്. 4 അടി ഉയരം വരുന്ന വലിയ വിഗ്രഹം മഹാഗണപതിയെയും 2 അടി ഉയരം വരുന്ന ചെറിയ വിഗ്രഹം ബാലഗണപതിയെയും പ്രതിനിധീകരിക്കുന്നു. കിഴക്കോട്ടാണ് 2 പ്രതിഷ്ഠകളുടെയും ദർശനം. ഇതാണ് ഏറ്റവും ആദ്യം വന്ന പ്രതിഷ്ഠകൾ.
അടുത്തത് ബലിക്കൽപുരയുടെ വടക്ക് കിഴക്ക് ഭാഗത്തുള്ള സ്തംഭ ഗണപതിയാണ്. ബലിക്കൽപുരയിൽ വടക്ക് കിഴക്കായി ഗണപതിയുടെ ഒരു ശിലാവിഗ്രഹം പടിഞ്ഞാട്ട് ദർശനമായി കാണാം. 4 അടി ഉയരം വരുന്ന ഈ വിഗ്രഹം സ്വയംഭൂവാണെന്നാണ് വിശ്വാസം. ഇതിന് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. ഒരിക്കൽ വൈക്കത്തെ ജനങ്ങൾ ഒരു യക്ഷിയുടെ ഉപദ്രവം കാരണം സഹികെട്ട് വ്യാഘ്രപാദ മഹർഷിയെ സമീപിച്ചു. മഹർഷി ഉടനെ തന്നെ ഗണപതി ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചു. ഉടനെ പ്രത്യക്ഷപ്പെട്ട ഗണപതി തൻ്റെ ഭൂതഗണങ്ങളിൽ ഒരാളായ തൃശൂലിയോട് യക്ഷിയെ കൊല്ലാൻ നിർദ്ദേശം നൽകി. തുടർന്ന് തൃശൂലി പേരിനെ അനർത്ഥമാക്കും വിധത്തിൽ ആയുധമായ തൃശൂലവുമായി വന്ന് യക്ഷിയെ 3 കഷങ്ങളാക്കി 3 ഭാഗങ്ങളിലേക്ക് എറിഞ്ഞു. അതിൽ ഒരു ഭാഗം വൈക്കം ക്ഷേത്രത്തിലെ തെക്കേ നടയിലും മറ്റൊരു ഭാഗം വൈക്കം ക്ഷേത്രത്തിന് തെക്ക് ഭാഗത്തുള്ള അരിമ്പുകാവ്, അതായത് തെക്ക് ചേരി എന്ന സ്ഥലത്തും ഒരു ഭാഗം വൈക്കം ക്ഷേത്രത്തിന് വടക്കും ഭാഗത്തുള്ള കൂട്ടുമേൽ, അതായത് വടക്കും ചേരി എന്ന സ്ഥലത്തും ചെന്ന് വീണു. ഈ 3 സ്ഥലങ്ങളിലും ക്ഷേത്രങ്ങൾ ഉണ്ടായി. പനച്ചിക്കൽ ഭഗവതി ക്ഷേത്രം, തെക്കുംചേരി അരിമ്പുകാവ് ഭഗവതി ക്ഷേത്രം, വടക്കുംചേരി കൂട്ടുമേൽ ഭഗവതി ക്ഷേത്രം എന്നിവയാണ് ആ 3 ക്ഷേത്രങ്ങൾ. വ്യാഘ്രപാദ മഹർഷിയുടെ അഭ്യർത്ഥന പ്രകാരം ഗണപതി ബലിക്കൽപുരയിൽ കൂടിയിരുന്നു. അടുത്തത് ക്ഷേത്രത്തിലെ ഉപക്ഷേത്രമായ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ്. ശ്രീകൃഷ്ണ പ്രതിഷ്ഠയ്ക്ക് സമീപം തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിഴക്കോട്ട് ദർശനമായ ഈ ഗണപതി പ്രതിഷ്ഠ ഈ ഉപക്ഷേത്രത്തോളം പഴക്കമേ ഉള്ളൂ. ഈ പ്രതിഷ്ഠയ്ക്കും വിഘ്നേശ്വര പ്രീതിക്കായി ദിവസവും ക്ഷേത്രത്തിൽ ഗണപതി ഹോമം നടത്തി വരുന്നുണ്ട്. കൂടാതെ ഒറ്റയപ്പം, മോദകം, കറുകമല, നാളികേരം മുടയ്ക്കൽ തുടങ്ങിയവയും പ്രധാന വഴിപാടുകളാണ്. പനച്ചിക്കൽ ഭഗവതി ക്ഷേത്രത്തിൻ്റെ തെക്കുഭാഗത്ത് ശ്രീകോവിലില്ലാതെ ഒരു തറയിലാണ് പനച്ചിക്കൽ ഭഗവതിയുടെ പ്രതിഷ്ഠ. മേൽക്കൂരയില്ലാതെ കുടികൊള്ളുന്നതിനാൽ വനദുർഗയാണെന്ന് പറയപ്പെടുന്നു. എന്നാൽ ശ്രീഭദ്രകാളി ഭാവവും ഭഗവതിക്കുണ്ട്. ഗണപതിയുടെ ഭൂതഗണങ്ങളിൽ ഒരാളായ തൃശൂലി കൊലപ്പെടുത്തിയ യക്ഷിയുടെ അവശിഷ്ടങ്ങളിൽ തല വന്നു വീണ ഭാഗത്താണ് ഈ പ്രതിഷ്ഠയെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഭഗവതിക്ക് ദിവസവും വിളക്കുവയ്പും നിവേദ്യവുമുണ്ട്. നാഗദൈവങ്ങൾ പനച്ചിക്കൽ ഭഗവതിയുടെ തറയ്ക്ക് തൊട്ടുപുറകിലാണ് നാഗത്തറ. ഇവിടെ നാഗരാജാവായി വാസുകിയും നാഗയക്ഷിയുമാണ് പ്രധാനം. കൂടാതെ വേറെയും ഒരുപാട് നാഗങ്ങളെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. നാഗദൈവങ്ങൾക്ക് ദിവസവും 100 പാലും നേദിക്കാറുണ്ട്. കൂടാതെ സർപ്പം പാട്ട്, മഞ്ഞൾപ്പൊടി, അഭിഷേകം തുടങ്ങിയവയും പ്രധാനമാണ്. ക്ഷേത്രത്തിലെ പ്രത്യേകതകൾ. ഘട്ടിയം ചൊല്ലൽ വൈക്കത്ത് മാത്രം കാണുന്ന ഒരു ചടങ്ങാണ് ഘട്ടിയം ചൊല്ലൽ. ദീപാരാധനയ്ക്കും അത്താഴ ശ്രീബലിയുടെ 3ാമത്തെ പ്രദക്ഷിണത്തിനുമാണ് ഇത് നടക്കുക. മുകളിൽ വൃഷഭവാഹനവും 5 അടി ഉയരമുള്ള ഒരു വെള്ളിവടി കയ്യിൽ പിടിച്ച് അഞ്ജലീബദ്ധനായി നിന്ന് ദേവന്റെ സ്തുതിഗീതങ്ങൾ ചൊല്ലുകയാണ് ഘട്ടിയം ചൊല്ലൽ ചടങ്ങ്. തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ആയില്യം തിരുനാളിൻ്റെ കാലത്ത് 1039-ാം ആണ്ട് തുലാമാസം 27-ാം തീയതിയായിരുന്നു ഈ ചടങ്ങിന് തുടക്കമിട്ടത്. അണ്ഡാകൃതിയിലുള്ള ശ്രീകോവിൽ കേരളത്തിലെ അണ്ഡാകൃതിയിലുള്ള ഏക ശ്രീകോവിലാണ് വൈക്കം ക്ഷേത്രത്തിലേത്. വാസ്തുവിദ്യയിൽ അപാരമായ വൈദഗ്ധ്യമുള്ള ശില്പികൾക്ക് മാത്രമേ ഇത്തരമൊരു അപൂർവ രചന ചെയ്യാൻ കഴിയുകയുള്ളൂ. പെരുന്തച്ചൻ നിർമ്മിച്ചതെന്ന് കരുതുന്ന കേരളത്തിലെ 2 ക്ഷേത്ര ശ്രീകോവിലുകളിൽ ഒന്നാണ് വൈക്കം മഹാദേവ ക്ഷേത്രം. മറ്റൊന്ന് വാഴപ്പള്ളിയിലാണ്. വൈക്കത്ത് അണ്ഡാകൃതിയിലും വാഴപ്പള്ളിയിൽ വർത്തുളാകൃതിയിലുമാണ് പെരുന്തച്ചൻ പണിതിരിക്കുന്നത്. വൈക്കത്തെ ശിവൻ പെരും തൃക്കോവിലിനപ്പുറമാണ് അറിയപ്പെടുന്നത്. നിത്യപൂജകൾ നിത്യേന 5 പൂജകളും 3 ശിവേലിക്കുമുള്ള മഹാക്ഷേത്രമാണ് വൈക്കം മഹാദേവ ക്ഷേത്രം. കാലത്ത് 3 മണിയോടെ നട തുറന്നു കഴിഞ്ഞാൽ ആദ്യം നിർമാല്യ ദർശനം. നിർമാല്യം തൊഴുന്നത് അതിവിശിഷ്ടമായി കണക്കാക്കപ്പെടുന്നു. അതിനുശേഷം ശിവലിംഗത്തിലെ അലങ്കാരങ്ങളൊക്കെ മാറ്റുന്നു. തുടർന്ന് ശംഖാഭിഷേകം. ക്ഷേത്രക്കുളത്തിലെ ജലം വലംപിരി ശംഖിൽ നിറച്ച് മന്ത്രപുരസ്വരം അഭിഷേകം ചെയ്യുന്ന ചടങ്ങാണിത്. ശംഖാഭിഷേകത്തിന് ശേഷം ശിവലിംഗ ഭസ്മം, രുദ്രാക്ഷമാല, കൂവളമാല, തുമ്പപ്പൂമാല, ചന്ദ്രക്കലകൾ, ത്രിനേത്രങ്ങൾ തുടങ്ങിയവ കൊണ്ട് അലങ്കരിച്ച് മനോഹരമാക്കുന്നു. പിന്നെ മലർനിവേദ്യം. അതിനുശേഷം 4 മണിക്ക് ഉഷപൂജ. സൂര്യോദയ സമയത്ത് എതിരേറ്റ് പൂജയും തുടർന്ന് ശിവന്റെ തിടമ്പെഴുന്നള്ളിച്ചുകൊണ്ട് എതിരേറ്റ് ശിവേലിയും നടത്തുന്നു. ശിവേലി കഴിഞ്ഞാൽ നവകാഭിഷേകവും പലതരം ധാരകളും നടത്തും. 8 മണിക്ക് പന്തിരടി പൂജ. നിഴലിനെ 12 അടി നീളമുള്ളപ്പോൾ നടത്തുന്ന പൂജയായതുകൊണ്ടാണ് ഈ പേര് വന്നത്. പിന്നീട് 11 മണിക്ക് ഉച്ചപൂജ തുടങ്ങുന്നു. അതിനോടനുബന്ധിച്ച് ശതകലശവുമുണ്ട്. ഉച്ചപൂജയ്ക്ക് ശേഷം ഉച്ചശിവേലി. രാവിലത്തെ ശിവേലിക്കുള്ള അതേ ചടങ്ങുകളാണ് ഉച്ചശിവേലിക്കും. ഉച്ചശിവേലി കഴിഞ്ഞ് ഉച്ചയ്ക്ക് 12 മണിക്ക് നട അടക്കുന്നു.
വൈകിട്ട് 4 മണിക്ക് വീണ്ടും നട തുറക്കുന്നു. സന്ധ്യയ്ക്ക് സൂര്യാസ്തമയ സമയത്ത് ദീപാരാധന നടക്കുന്നു. പണ്ട് ഇവിടുത്തെ പരദേശ ബ്രാഹ്മണരുടെ വകയായി സന്ധ്യാവേല എന്നൊരു ചടങ്ങ് മുമ്പ് എല്ലാ ദിവസവും ദീപാരാധന സമയത്ത് ഉണ്ടായിരുന്നു. ഇന്നത് വിശേഷ ദിവസങ്ങളിൽ മാത്രമായി ഒതുങ്ങി. ദീപാരാധന കഴിഞ്ഞാൽ രാത്രി 8 മണിക്ക് അത്താഴ പൂജയും 8:30 അത്താഴ ശിവേലി നടത്തി 9 മണിക്ക് നട അടയ്ക്കുന്നു. ക്ഷേത്രത്തിൽ സാധാരണ ദിവസങ്ങളിലെ പൂജാക്രമങ്ങളാണ് നേരത്തെ പറഞ്ഞത്. വിശേഷ ദിവസങ്ങളിൽ, അതായത് വൈക്കത്ത് അഷ്ടമി, മഹോത്സവം, ശിവരാത്രി, തിങ്കളാഴ്ച, പ്രദോഷവ്രതം, തിരുവാതിര, വിശേഷിച്ച് ധനുമാസത്തിൽ ഉദയാസ്തമന പൂജ, സഹസ്രകലശം എന്നീ ദിവസങ്ങളിൽ പൂജകൾക്ക് മാറ്റം വരും. ഈ ദിവസങ്ങളിൽ വൃഷഭവാഹനത്തിലേറ്റിയാണ് അത്താഴ ശിവേലി നടത്തുന്നത്. ക്ഷേത്രത്തിൽ ഭദ്രകാളി, മറ്റപ്പള്ളി, മേക്കാട്ട് എന്നീ കുടുംബങ്ങളിൽ നിന്നായി 2 തന്ത്രിമാരുണ്ട്. ആദ്യം വൈക്കത്ത് തന്നെ ഉണ്ടായിരുന്ന മോനാട്ട് ഇല്ലത്തിനായിരുന്നു തന്ത്രാധികാരം. പിന്നീട് അവിടുത്തെ ഒരു നമ്പൂതിരി ഒഴിഞ്ഞതിനെ തുടർന്നുണ്ടായ ചില അനർത്ഥങ്ങൾ മൂലം ആ കുടുംബം തന്നെ അന്യം നിന്ന് പോയപ്പോൾ മേക്കാട്ടിന് ലഭിക്കുകയും ചെയ്തു. വഴിപാടുകൾ: ഉദയാസ്തമയം പൂജ, പ്രദോഷ പൂജ, ഉമാമഹേശ്വര പൂജ, സ്വയംവര പുഷ്പാഞ്ജലി, മൃത്യുഞ്ജയ ഹോമം, മൃത്യുഞ്ജയാർച്ചന, ആയുർസൂക്ത പുഷ്പാഞ്ജലി, ദുരസൂക്ത പുഷ്പാഞ്ജലി, കൂവളഹാര സമർപ്പണം തുടങ്ങിയവയാണ് ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രധാന വഴിപാടുകൾ. ദർശന സമയം: അതിരാവിലെ 4 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയും വൈകുന്നേരം 4 മണി മുതൽ രാത്രി 9 മണി വരെയുമാണ് ദർശന സമയം.